എല്ലാം തീർന്നു. അതിനാ 10-30 വയസ്സായില്ലേ? 30 വയസ്സാകുമ്പോൾ എല്ലാം തീർന്നു പോവോ? എന്നാണ്ട് വിശേഷമൊക്കെ? സുഖം. ആണ്ടേ അവനേതാണ്ട് കൊണ്ടുവന്നല്ലോ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആരാ ആരാ നീ ആരാ അത്? നീയാ? അതാരാ? ആരാന്ന് എനിക്കറിയത്തില്ല. ഇല്ലേ? എനിക്കറിയത്തില്ല. എനിക്കറിയാം. ആരായാലും ബന്ധത്തിൽപ്പെട്ടവരായിരുന്നു. അമ്മയ്ക്കറിയാവോന്ന് അറിയാനാ ചോദിച്ചത്. എലിക്കുട്ടി അമ്മയ്ക്ക് അറിയാവോന്ന് അറിയാനാ ചോദിച്ചത്. എന്നെ എലിക്കുട്ടി അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാനാ ചോദിച്ചത്. ആരാന്ന്? എന്നാ പേരുണ്ടാക്കാനോ? ആരാന്നേ എലിക്കുട്ടി അമ്മയ്ക്ക് അറിയാവോന്ന് അറിയാനാ ചോദിച്ചത്. അറിയാവുന്നോ? അറിയാവുന്ന അറിയാതിരിക്കാണോ? ആവശ്യത്തിന് അറിയാം, അത് മതി. മതിയോ? പിന്നെ എന്നാലും ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? എന്നത് എൻ്റെ പേര്? എൻ്റെ പേര് നിന്റെ പേര് ഇവിടെയുള്ളവർ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് പിള്ളേർക്ക് അറിയത്തില്ലേ? പിള്ളേർക്കറിയാം. പിന്നേനോ? എലിക്കുട്ടി അമ്മയ്ക്ക് അറിയാവോന്നാ? ഇത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? എലിക്കുട്ടി അമ്മ മറന്നു പോയോന്ന് അറിയാനാ. എലിക്കുട്ടി അമ്മേ മറന്നു പോയോന്ന് അറിയാനാ. മറന്നു പോയെന്നോ? പിന്നെ അങ്ങനെയൊക്കെ മറക്കുക. എന്നാ പറഞ്ഞേ കേക്കട്ടെ. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എനിക്ക് കേൾക്കണം. പേര് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എൻ്റെ പേരെന്ന് പറഞ്ഞേ. ഇപ്പോൾ എന്നാ പറയാനോ? എൻ്റെ പേര്. എൻ്റെ പേരോ? എൻ്റെ പേരെന്താ? അമ്മ പറ. അമ്മ പറ. എനിക്കറിയത്തില്ല. അമ്മ ഓർത്ത് നോക്കിക്കേ. ഓർക്കണം. എന്നാ പേര്? പേര് പറ. പേര് അമ്മ പറ. എലിക്കുട്ടി അമ്മ പറ. എലിക്കുട്ടി അമ്മ പറയാനേ. നീ പറ. അമ്മ ഓർക്കുന്നില്ലേ? എനിക്ക് പറയുള്ളതല്ല, ഞാൻ പ്രായം ചെന്നേരും. ആണോ? നീ ഓർത്ത് പറ. എൻ്റെ പേര് ജോമോനാ. എത്ര നാളായ കാര്യങ്ങളൊക്കെയാ. അതൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇനി ആണോ? എൻ്റെ പ്രായം കടന്നു പോയില്ലേ? ആണോ? ഇത്തിരി ഒന്നും ആയില്ലെന്നേ. ഇനിയിപ്പോൾ എനിക്ക് ചെറുക്കാരുടെ പേരൊന്നും ഇപ്പം എൻ്റെ പ്രായമൊന്നും അറിയത്തില്ല. ആണോ? അതൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. ആരെങ്കിലും ചോദിച്ചാൽ പറയാനും പറ്റിയ. ആണോ? ഓർമ്മയില്ലാത്തതുകൊണ്ട്. ഓർമ്മ പോയി വരുമോ അല്ലേ? ഉള്ള സത്യം പറയാവുള്ളൂ. സത്യക്കേട് പറഞ്ഞാൽ പിന്നെ അത് വേറെ വഴിയേക്ക് പോകും. അങ്ങനെ പോയാൽ അങ്ങനെ വിട്ടാൽ കൊള്ളിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും അല്ലേ? കൊച്ചുങ്ങളും തുറയും മറ്റുള്ളവരും തുറയും. അങ്ങനെയൊന്നും പോയണ്ട. അങ്ങനെയൊന്നും ആർക്കും ചെയ്യരുത്. നമുക്കറിയാൻ വേണ്ടി പറഞ്ഞേക്കണം. പിന്നെ ഓർത്ത് അല്ലെങ്കിൽ ആരോടൊക്കെല്ലാം അറിയാമല്ലോ, കുടുംബത്തുള്ളവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ വെറുതെ ഏറ്റുമുട്ടി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു പിന്നെ നിരാശയ്ക്കറിയാം. ഞാൻ ജോമോനാ കേട്ടോ. ഞാൻ ജോമോനാന്നേ. പ്രാർത്ഥനയിൽ വെച്ച് കഞ്ഞി കുടിച്ചോ? കഞ്ഞി പ്രാർത്ഥനയുള്ള സമയമായില്ലല്ലോ. പ്രാർത്ഥന ചെല്ലാനുള്ള സമയമൊന്നും ആയില്ല. കിടക്കുന്ന സമയമായില്ല. കിടക്കണ സമയമായില്ല. അതിന് മുമ്പ് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയൊക്കെ മുമ്പ് അല്ല. ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കും. പേലിക്കുട്ടമ്മ ഇന്ന് കിടന്നോണ്ടുള്ള വർത്താനങ്ങളാണ്. കന്നാലിയൊക്കെ കെട്ടില്ലല്ലേ? കന്നാലിയെ കെട്ടി. അപ്പോൾ വൈകുന്നേര സമയമായപ്പോഴത്തേനും കിടന്നോണ്ടുള്ള വർത്താനങ്ങളാണ്. ആളെ മനസ്സിലാകുന്നില്ല. അമ്മയ്ക്കേ പുറത്തൊന്നുമില്ല. കിടാക്കളൊന്നുമില്ല. ഇല്ല. മതി. മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ. കെട്ടുന്നൊക്കെ കൂട്ടി കെട്ടുമ്പോൾ സൂക്ഷിച്ച് മെനക്ക് കെട്ടിയേച്ചാൽ മതി. മെനക്കാ കെട്ടിയേക്കണേ. ഇപ്പോൾ കന്നാലിയൊക്കെ കയറ്റിയ കാര്യവും ആടും പശുവിൻ്റെയൊക്കെ ഓർമ്മകളിലൂടെയാണ് എലിക്കുട്ടിയമ്മ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയോട് പോയതാ? ഏതമ്മയമ്മേ? ഇവിടുത്തെ അമ്മ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ പോയതാ. പള്ളിയിലാ? പള്ളിയിലല്ല, ഒരു വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്. വീട്ടിലോ? അവരുടെ വീട്ടിലാ? അവരെ വീട്ടിലല്ല, വേറൊരു വീട്ടിൽ. ഇവിടെ ഈ അയലോക്കത്തുള്ളൊരു വീട്ടിൽ. അതിന് കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ പോണ നല്ലതാ അല്ലേ? പിന്നെ അതൊക്കെ വേണ്ടതാ. എലിക്കുട്ടമ്മയ്ക്ക് പോകാൻ പറ്റായിരുന്നോ? നമ്മുടെ കാര്യങ്ങൾ ഈശോയോട് പറയാം. നമുക്ക് ആവശ്യമുള്ളതും നടക്കാത്തതൊക്കെ ഈശോയോട് ആവശ്യപ്പെട്ട് ഈശോയോടും പറയാം. അതിനൊക്കെയാ ഈ വെച്ചിരിക്കണേ. ആണോ? പിന്നെ ഈശോ ഇതൊക്കെ തിരക്കി പെറുക്കി പറയാൻ ചെയ്യാൻ പറ്റുമോ?
ആ അത് പറ്റിയല്ല. ഓരോരുത്തർ പോയി ചെയ്ത് കൊടുക്കണം അല്ലേ? ഓർമ്മ നിൽക്കുമോ? ആ ആ സ്ഥാനത്ത് ചെയ്യാനുള്ള സാധനം അടുത്ത് കണ്ടെന്ന് വരികയില്ല. ആ ഒക്കെ നേരത്തെ വീട്ടിലുള്ളൊരു ആ അത്യാവശ്യത്തിനുള്ളതെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെക്കണം. മനുഷ്യർക്ക് സഹായിക്കാനുള്ള അതാവശ്യം. ഞാൻ ജോമാനാ കേട്ടോ. ചാച്ചൻ കിടന്നു ഉറക്കം പിടിച്ച് കാണും. ചാച്ചനോ? ചാച്ചൻ ഭയങ്കര ഉറക്കത്തിലാ. ചാച്ചൻ ഭയങ്കര ഉറക്കത്തിലാ. അതാ പറഞ്ഞു ഉറങ്ങിക്കോട്ടെ. പിന്നെ എന്നാ എടുക്കാനാ പ്രായം ചെയ്യുന്നത്? അതെ, ഇനിയിപ്പോൾ ചാച്ചനെ കൊണ്ടൊന്നും പറ്റിയല്ലോ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തേച്ചാ പിന്നെ. ആ അതെ അതെ, എല്ലാം പൂർത്തിയാകുന്നതിന് മുമ്പ് പോയി. 80 പൈസയൊക്കെ അതിനൊക്കെ പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മതി. ആണോ? പിന്നെ കിണറ്റിലൊക്കെ പോരാഴി വന്നാലും അത് മറ്റുള്ളവർ പരിഹരിച്ചാൽ മതി. എന്നാലും ചെയ്യുന്നില്ല, അതാണ് വലിയ കാര്യം. എൻ്റെ പേര് ഓർക്കുന്നില്ലല്ലോ. നീക്ക് കഞ്ഞിയൊക്കെ കുമരിച്ച് ഇട്ടൊക്കെ കുടിച്ചതിന് എല്ലാവരും കിടക്കാൻ നോക്കും. നേരം ഒത്തിരി ആയില്ലേ. നീ എൻ്റെ കഴിക്കണേ. കിടക്കാറൊന്നും ആയില്ല. നീ ആരും വരാനില്ലല്ലോ. നീക്ക് വരാനുണ്ട്. ആര്? നമ്മുടെ സഹോദരങ്ങളൊക്കെ വരാനില്ലേ? ആരാ ഉള്ളേ? മക്കളൊക്കെ വരാനില്ലേ? എലിക്കുട്ടിയമ്മയുടെ മക്കളൊക്കെ വരാനില്ലേ? അവരങ്ങ് ഇപ്പോൾ ഒന്നും വരികയില്ല. ഇല്ലേ? അതിനാ? അവർക്ക് അവിടെ വല്ലതൊക്കെ പഠിക്കാൻ കാണും. പഠിക്കാനുണ്ടോ? വല്ലതൊക്കെ ചെയ്യാൻ കാണും. ആണോ? അതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി. ആ അപ്പോൾ താമസിക്കുകയല്ലേ വരുമ്പോൾ? അവർ വരാൻ താമസിക്കുകയല്ലേ? അവർ വരാൻ താമസിക്കുകയല്ലേ? വരാൻ താമസിക്കുകയല്ലേ? കടന്നു കഴിഞ്ഞാലേ, നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവർ വന്നാൽ അറിയാലല്ലോ. താമസിച്ച് കഴിഞ്ഞാൽ എന്നാലും അവർ വിളിക്കും. നിറയിട്ട് കല്ല് ഭക്ഷണം കൊടുത്താൽ പോരാ. മതിയല്ലേ? അത് വേണമെങ്കിൽ അല്ലെ അവിടെ നിന്ന് കഴിച്ചേച്ചും വരും. കഴിക്കാൻ അവരെ പൈസ ഉണ്ടോ അതിന്? കഴിക്കാൻ അതിന് അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? അവർ കൊടുക്കും പറ്റും. ആര് ഉണ്ടാക്കി അവർക്ക് ഉണ്ടാക്കാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർ കൊടുക്കും. ആരാ കൊടുക്കുന്നത്? അതിനൊന്നും കുഴപ്പമില്ല. അതിന് അവർ പെങ്ങന്മാർ അവൻ്റെ പിള്ളേരുടെ പെങ്ങന്മാരില്ലേ, പെൺപിള്ളേരില്ലേ, അവർ മതി. ഏത് പെൺപിള്ളേർ? അല്ലെങ്കിൽ വന്ന പെങ്കച്ചുങ്ങൾ കാണും. വന്ന പെങ്കച്ചുങ്ങളൊക്കെ ജോലിക്ക് പോയില്ലേ? വന്ന പെങ്കച്ചുങ്ങളൊക്കെ ജോലിക്ക് പോയി. ഞങ്ങൾ വന്ന പെങ്കച്ചുങ്ങളൊക്കെ ജോലിക്ക് പോയെന്ന്. വന്നോരോ? അയ്യോ ഒരു പൊക്കോട്ടെ. ജോലിക്ക് പോകുമ്പോൾ പിന്നെ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? രാവിലെ വരണ്ട സമയത്ത് ഒരേ അത് മതി. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ നേരെ ഇല്ലല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ നേരെ ഇല്ലല്ലോ. ഭക്ഷണമോ? ഭക്ഷണം നേരം അവരെന്നാത്ത ഉണ്ടാക്കാം. അതിപ്പോൾ ഇവിടെയുള്ളവരോ കൊണ്ട് പറ്റാതെ ഉള്ളതങ്ങ് ഉണ്ടാക്കിയാൽ മതി. മതിയോ? പിന്നെ വല്ലതും കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. സാധനം മേടിക്കണം. നാലന്നാരം ഉള്ളത് നാലന്നാരം അനുസരിച്ച് അങ്ങ് കഴിച്ചിടണം. മാത്രം വെച്ചിരുന്ന് കളയുകയും വേണ്ട. അതൊന്നും ഇന്നുള്ളവർക്ക് പറ്റിയില്ല. പൈസ മുടക്കല്ല. പിന്നെ പൈസ മുടക്കാതെ പറ്റിയല്ലോ. നീ ഇപ്പം നേരെ ഒരുപാടായി. ഒന്നുറങ്ങാനുള്ള സമയമില്ല. ഒന്നൊക്കെ ഉറങ്ങാനുള്ള സമയമുണ്ട്. സമയമൊന്നും ആയില്ല. വൈകുന്നേരം ആയതേ ഉള്ളൂ. വൈകുന്നേരം ആയതേ ഉള്ളൂ. കുറച്ച് മുമ്പല്ലേ ചായ കുടിച്ചേ? അതെ. ഇപ്പോൾ 10-12 മണിയായി. ഇല്ലെന്നേ. ഇല്ല നോക്കൂ. 10-12 മണി രാത്രിക്കാണോ ഉറങ്ങണേ? അതിന് മുമ്പ് ഉറങ്ങണ്ടേ? ഒരൊറക്കം കഴിയുന്ന സമയമായി. മറ്റേ അടുത്ത ഉറക്കം കഴിയുമ്പോൾ ഏക്കണ്ടില്ല. ഉറങ്ങാനുള്ള സമയമൊന്നും ആയില്ല കേട്ടോ. നേരെ അന്നേരം നേരം പാചകം കഴിയല്ലേ? ഉറങ്ങുമ്പോഴാ പേരൊക്കെ ഉറങ്ങി വരുമ്പോൾ സമയം എന്തോരം വേണം. ഇറങ്ങി വരാനാ? ഉറങ്ങി വരാനാ? പകലാണ് പിന്നെ എങ്ങനെയാണ്? പകലും ഉറങ്ങാൻ പറ്റുമോ? പകലൊക്കെ ഒത്തിരി പണികളില്ലേ? നീ കിടക്കാൻ നോക്കാം, അല്ലാതെ ഉറങ്ങാൻ പറ്റിയ ആണോ? ഉറക്കം വരിക. കുരിശ് വരച്ചോ? ഒരു സമയമുണ്ട്. ആ സമയത്ത് കിടന്നാലും ഉറക്കമൊക്കെ വരുമോ? കുരിശ് വരച്ചോ? ഈശോട് പ്രാർത്ഥിച്ച്. കൊന്ത ചെല്ലിയോ? കൊന്ത ചെല്ലിയില്ലല്ലോ. കൊന്ത ചെല്ലിയില്ലല്ലോ. കൊന്തേ ചെല്ലിയില്ലല്ലോ. കൊന്ത അതൊക്കെ എൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ ചെല്ലിയിട്ടുണ്ട്. മതിയോ? എനിക്ക് ഇനി പൊതുവെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനി കൊന്തയൊന്നും ചെയ്യുന്നില്ല. നാളെ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ? അത് സമയം കിട്ടുമ്പോൾ ചെയ്യും. അത് മതി. അത് ഈശോ അത് മതി. ഈശോയ്ക്ക് തൃപ്തിയുണ്ട്. നിരാശ കൂടാതെ ചെയ്താൽ മതി.
അത് മതി. അനാവശ്യത്തിനൊന്നും പോകാതെ. ഉം. ഇനി നിങ്ങളും പോയി കടാ വല്ല കഞ്ഞിയും ഒന്നെടുത്ത് കുടിച്ചു. അയ്യോ കിടക്കാൻ സമയമായില്ലെന്നേ. കഞ്ഞി കുടിച്ചില്ല. ഇല്ല, കിടക്കാൻ സമയമായില്ല. ചായ കുടിച്ചാലേ ഉള്ളൂ. കുറച്ച് മുമ്പല്ലേ ചായ കുടിച്ചത്. ഇപ്പോഴോ? ആ, എന്നാ ഇനി കിടക്കാനായില്ല സമയം. കിടക്കാൻ ഇനിയും സമയമുണ്ട്. കഞ്ഞി കുടിക്കാനും പിന്നെ എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചില്ലല്ലോ. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചില്ലല്ലോ. നേരം വെളുത്തിട്ട് കുടിച്ചും കിടന്നാൽ മതിയായിരിക്കും. നേരം വെളുത്ത് കിടക്കാൻ പറ്റുമോ? കഴിച്ചാൽ മതിയല്ലോ. നേരം വെളുത്ത് കഴിയുമ്പോൾ കിടക്കാൻ പറ്റിയല്ലോ. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? ഭക്ഷണം വിശപ്പിന് കഴിച്ചാലും ഒരു ദോഷമില്ല. അത് അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പം മനുഷ്യന് ക്ഷീണവും ഇല്ല, ഭക്ഷണത്തിന് കുഴപ്പമില്ല. അത് ശരിയാ. വിശപ്പിനനുസരിച്ച് കഴിക്കുന്നതാണ് നല്ലത്. കൃത്യസമയത്ത് കഴിക്കണമെന്ന്. ഇനിയിപ്പോൾ ഒന്നും മയങ്ങാനുള്ള നേരമില്ല. എന്നാൽ മയങ്ങിക്കോ. ഇച്ചിരി കഴിയുമ്പോൾ ഏറ്റാൽ മതി. പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ നേരത്ത് കേട്ടോ. പിള്ളേരൊക്കെ കേൾക്കും. പിള്ളേരൊന്നും കേൾക്കില്ല. പിള്ളേരൊന്നും കിടക്കാറായില്ല. പിള്ളേരൊക്കെ പഠിത്തത്തോട് പഠിത്താം. പിള്ളേർക്ക് പഠിച്ചാലല്ലേ രക്ഷയുള്ളൂ. അമ്മ പ്രാർത്ഥിക്കാൻ പോയി. പള്ളിയിലല്ല, വീട്ടിൽ. ഇവിടെ അടുത്തൊരു വീട്ടിൽ, അടുത്തുള്ള വീട്ടിൽ. വേണ്ടതല്ലേ? പ്രായം ചെന്നവർക്കാ? പ്രായം ചെന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? എല്ലാവരും സ്വർഗത്തിലുള്ള കുട്ടികളന്മാരെ കുട്ടികളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് കിടക്കണം. അവർ കാത്തോളൂ അല്ലേ? ഞാൻ മാറുവാണേ. ഇവിടെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. പുതപ്പുറത്ത് പുതയ്ക്കേ. ചാച്ചൻ വന്നിട്ടുണ്ടോ? ചാച്ചൻ വരികയില്ല. ചാച്ചൻ വരികയില്ല. അതെവിടെയാണ്? പള്ളിയിലാ. പള്ളിയിലോ? അതിൽ കിടക്കാൻ സൗകര്യമുണ്ടോ? പിന്നെ ഏത് പള്ളിയിലോ? ഏതാ ചാച്ചൻ്റെ പള്ളി? ഏതാ? ആ പള്ളിയിലാ. ചാച്ചൻ്റെ പള്ളി ഏതാ? ചാച്ചൻ്റെ പള്ളി അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ഇല്ലേ? ഞാനെങ്ങനെ അറിയാം? ചാച്ചൻ്റെ പള്ളി അമ്മയുടെ പള്ളി എലിക്കുട്ടിയുടെ പള്ളിയല്ലേ? എനിക്കറിയത്തില്ല. ഇല്ലേ? ഇപ്പം എലിക്കുട്ടിയുടെ പള്ളി ഏതാ? എലിക്കുട്ടിയുടെ പള്ളി ഏതാ? എൻ്റെ പള്ളി അത് മണ്ണാറപ്പാറയൊക്കെ. മണ്ണാറപ്പാറയൊന്നുമല്ല, അത് ജനിച്ച പള്ളിയല്ലേ? ജനിച്ച ഇടവപ്പള്ളിയല്ലേ? കെട്ടിക്കൊണ്ട് വന്ന ഇടവപ്പള്ളി ഏതാ? അതിലേതൊക്കെ ഒരു പള്ളി ഏതായി? ആ പള്ളിയിലല്ല. അതൊക്കെയല്ലേ ഇടവപ്പള്ളി. ആ പള്ളിയിലല്ലേ ഇപ്പം? ആ പള്ളിയിൽ നിന്നൊക്കെ മാറിയില്ലേ? ഇപ്പം ലീവാപുരത്തല്ലേ? മുത്തപ്പൻ്റെ പള്ളിയിലല്ലേ? എന്നാ ഉറങ്ങിക്കോ കേട്ടോ. ഇപ്പോൾ കിടക്കാൻ പോകും. കിടക്കാൻ പോവാ. അമ്മയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് വരും. നേരം പറ്റുള്ളൂ. നേരം വിളിച്ച് തന്നെ അവനെ പ്രാർത്ഥന കഴിയുമ്പോൾ വരും. പ്രാർത്ഥന കൂടിയിട്ട് വരും കേട്ടോ. അവരെ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരും. അതാ പറഞ്ഞ അതൊക്കെ ചെയ്യട്ടെ. പിന്നെ ചെയ്യട്ടെ അല്ലേ? വേറെ ഒന്നും രാത്രി ജോലിയില്ലല്ലോ. ജോലിയില്ല. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ഇനി ഈ ലോകത്തിൽ നടക്കാനുണ്ട്. അതൊക്കെ എൻ്റെയൊക്കെ പണികളെല്ലാം ഈശോയോട് അപേക്ഷിച്ച് ചോദിച്ചിട്ട് ഈശോ അതെല്ലാം ഇതിൽ നിന്ന് മാറ്റം വരുത്തി തരും അല്ലേ? ആവശ്യം. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മയ്ക്ക് വൈകിട്ടത്തെ ഫീലിങ്സ് ആണ് സന്ധ്യ എന്നുള്ള. ഇടയ്ക്ക് നിങ്ങൾ കാണാറുണ്ടല്ലോ, ഉച്ച കഴിയുമ്പോൾ അമ്മയ്ക്ക് സാധാരണ പൊതുവെ വൈകിട്ടാണ്, പാതിരായ പ്രതീതിയാണ് അമ്മ പറയാറുള്ളത്. ഇന്നിപ്പോൾ ആ രീതിയിലാണ് കാണിക്കുന്നത്. ചെറിയ ക്ഷീണത്തിനൊക്കെ വ്യത്യാസമുണ്ട്. ഒത്തിരി ക്ഷീണം പോലെ ഉണ്ടായിരുന്നു, നല്ല കുറവുണ്ട്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഓർമ്മയിലോട്ട് പഴയ പോലെ കിട്ടുന്നില്ല. ഓർമ്മയുടെ കുറവുകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് കുറയാതിരുന്നാൽ ഭാഗ്യമെന്ന് വിചാരിക്കുക. നിന്നെ ഭയങ്കര ഉറക്കാണോ? ഒന്ന് ചൂടാണോ? ചൂടിൻ്റെ ക്ഷീണാണോ? ചൂടായോണ്ടേ ക്ഷീണാണോന്ന്? ഇല്ലേ? പിന്നെ ഞാൻ ഏറ്റ് നടക്കാത്തന്ന്? ഏറ്റില്ലേ നടക്കാത്തേ? ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയതാ. കുറുപ്പന്തറ വരെ പോയതാ. ചുമ്മാ കടയിൽ പോയതാ.
പിന്നെ അമ്മയല്ലേ ഇരിക്കുന്നേ? ഏ? അമ്മയല്ലേ ഇരിക്കുന്നേ? എല്ലാവരും കിടന്ന് ഉറക്കം പിടിച്ചായിരിക്കല്ലേ. ഉടക്കാനൊന്നും സമയമായില്ലല്ലോ, ഉച്ച സമയമല്ലേ? ഇപ്പം ഉച്ച സമയമല്ലേ? പേലിക്കുട്ടി അമ്മയുടെ ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. ഏ ആ കഴിഞ്ഞ ദിവസത്തെ ആ ഇതിൻ്റെ ശരീരസുഖമുള്ളവരാരും ഇല്ല. പിന്നെ ആണോ? എല്ലാവരും സുഖേടുകാരല്ലേ? മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ ക്ഷീണം? ഓരോ കൊല്ലം തിരുന്തോറും കൂടി വരും. ആ കൂടി വരും. എലിക്കുട്ടിയമ്മയുടെ മരുന്ന് തീർന്നിട്ടില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ക്ഷീണം. ആ ഇടയ്ക്കൊക്കെ ഏറ്റവും കൂടി നടക്കുക കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കപ്പി കുടിച്ചു, രാവിലെ ഓട്സ് കഴിച്ചു. കാരണവർക്കും പറ്റിയാലും മേല ആ നടക്കാൻ പോലും വരാതെ. ആ കാരണന്മാർക്കൊക്കെ അങ്ങനെയല്ലേ, പ്രായം ചെല്ലുന്നതനുസരിച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. 70 വയസ്സൊക്കെ ആയില്ലേ. കഴിഞ്ഞ ദിവസം കാലിൻ്റെ വേദന, വിരലിൻ്റെ വേദനയാന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പം അതൊന്നുമില്ല. 70 കഴിഞ്ഞവരും കാണും. ആ 70 കഴിഞ്ഞവരൊക്കെ ഉണ്ട്. 70-80 കഴിഞ്ഞവരുണ്ട്. ഇവിടുത്തെ കാരണവർക്ക് 70 വയസ്സ് കഴിഞ്ഞ് കാണും. ഇവിടുത്തെ കാരണവർക്ക് 70 വയസ്സൊന്നുമല്ല, അത് കൂടുതലൊക്കെ ആയില്ലേ? അതിൽ കൂടുതലായില്ലേ? അതിൽ കൂടുതലായി ഇവിടുത്തെ കാരണവർക്ക്. ഇവിടുത്തെ കാരണവന്മാർക്കൊക്കെ അതിൽ കൂടുതലായിരുന്നെന്ന്. വലിയ പ്രായമൊന്നുമില്ല. ഇല്ലേ? പ്രായമൊക്കെ തീർന്നില്ലേ? ഏയ് പ്രായം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എത്ര വയസ്സായോ? അപ്പോൾ കാലുവേദനയുടെ വിരലിൻ്റെ വേദനയുടെ കാര്യമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം മരുന്ന് കഴിച്ചായിരുന്നു, രാവിലെ ആയിട്ട് നടന്നു, പല്ല് തേച്ചു, അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചു. ഉച്ചയ്ക്ക് കഞ്ഞി കൊടുത്തപ്പം എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചില്ല, പകരം പഴവും ഓറഞ്ചും ആപ്പിളും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഈ ചൂട് നന്നായിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം കൂടെ കാണുകയാണെന്ന് വിചാരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ട്. അവിടെ മരം വെട്ടുന്നുണ്ട് വഴിയിലേ. ആ അന്ന് ക്ഷീണമാണ്, അതുകൊണ്ട് കേൾക്കുന്നില്ല. പോയി കിടക്കാൻ നോക്കണം. സമയം ഒരുപാടായി. കിടക്കാനൊന്നും സമയമായില്ല അമ്മേ. നേരം നോക്കാൻ എന്നാണ്. നേരം വിളക്കാനൊക്കെ സമയമുണ്ട് കേട്ടോ. കിടക്കാനൊന്നും സമയമായില്ല. കിടക്കാനൊന്നും സമയമായില്ലെന്ന്. നേരം നോക്കാനോ? കിടക്കാൻ അതിനുമാത്രം സമയം വേണ്ടല്ലോ. ഇടക്കാലത്തെ ആ വർത്തമാനങ്ങളാണ് ഈ കിടക്കണ കാര്യം, ഈ ഉച്ച കഴിയുമ്പോഴുള്ള ഉറക്കം വരുന്ന കാര്യം പറഞ്ഞത്. രാത്രിയായി കണക്ക് കൂട്ടുന്നത്. ഇടക്കാലത്ത് അത് ഇല്ലായിരുന്നു, ഇപ്പോൾ അത് പിന്നെ വന്ന് ചേർന്നിട്ടുണ്ട് നമ്മുടെ വാക്കുകളിൽ. കഴിച്ചാണോ കിടക്കാൻ പോകണം? എലിക്കുട്ടി കഴിച്ചായിരുന്നോ? എലിക്കുട്ടി കഴിച്ചായിരുന്നോ? എന്നാ കഴിക്കാനൊന്നു? എല്ലാം കഴിച്ചോന്നു? കഴിച്ചോ? എവിടുന്ന ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ കിടക്കുക. കിടക്കാൻ സമയമായിരുന്നല്ലോ, പുറത്ത് നല്ല വെയിലാ. സാധനം ഇല്ലാതെ അവിടെ മരം വെട്ടുന്നു. സാധനം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? സാധനമൊക്കെ ഉണ്ട്. അവിടെ മരം വെട്ടുന്നുണ്ട്, മരം. കുണ്ടക്കാലക്കാരേ, കുണ്ടക്കാലക്കാരെ മരം എല്ലാം വെട്ടുക. കുണ്ടക്കാലക്കാരുടെ മരം ആ പറമ്പിൽ നിൽക്കുന്ന മരം എല്ലാം വെട്ടുക. എനിക്കത് മനസ്സിലായെന്നു. കുണ്ടക്കാലക്കാരുടെ ആ പറമ്പിൽ നിൽക്കുന്ന മരം എല്ലാം വെട്ടുക. ആ റബ്ബറല്ല, പ്ലാവൊക്കെ. അമ്മ ചക്ക എണ്ണിക്കൊണ്ടിരുന്ന പ്ലാവില്ലേ, ആ അതൊക്കെ അവർ വെട്ടുക. അതൊക്കെ വെട്ടുവാണോ? ആ അത് പറമ്പ് മുഴുവൻ പള്ളയല്ലേ, കുനുകുന മരങ്ങളാ. കൃഷി ചെയ്യണോ? ആ കൃഷി ചെയ്യാനൊന്നുമില്ല, നീ പറമ്പ് തെളിച്ചിടാനായിട്ടാ. പറമ്പ് തെളിച്ചിടാനായിട്ടാ, മുഴുവൻ പള്ളയാ അതിനകത്ത്. ആ ഇവിടെ ഇറങ്ങുന്നാ കാണാം. സിറ്റ് ഔട്ടിലേ പോയിരുന്നാ കാണാം. സിറ്റ് ഔട്ടിൽ പോയിരുന്നാ കാണാം. ആ നടക്കുമ്പോൾ കാണാം. തേണ്ട അവിടെ ഒത്തിരി മരം വെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒത്തിരി മരം വെട്ടിയിട്ടുണ്ട്. ഏറ്റു വാങ്ങുന്ന ചില നേരം പോയിരുന്ന് കാണാം. വരുന്നുണ്ടോ? അവരുടെ വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടോ അവിടെ? ആ അവിടെ ഉണ്ട്, എല്ലാവരും ഇല്ല. ചാച്ചേട്ടനും ചേച്ചിയേ ഉള്ളൂ. മക്കളുടെ മക്കളും ഒക്കെ ആ അവരൊന്നും ഇവിടെ ഇല്ല, പുറത്ത് പോയി. അപ്പനും അമ്മയൊക്കെ ഉണ്ടോ? അപ്പനും അമ്മയൊന്നും ഇല്ല. അവരുടെ ആ അവരെല്ലാം മരിച്ചു പോയി. ആ വന്നിരുന്ന് കാണുന്നുണ്ടോ? അവിടെ ഇരുന്ന് കാണുന്നുണ്ടോ? ആ കസേര പോയിരുന്ന് കാണാം. പക്ഷെ ഭയങ്കര ചൂടാ പുറത്ത്, അതാണ് കുഴപ്പം. മരം വെട്ടുന്നതേ. മരം വെട്ടുന്നതേ. മരം വെട്ടുന്നോ? ആ അത് വെട്ടുന്നവർ വെട്ടത്തോട്ട് നമ്മൾ എന്നാ ചെയ്യാൻ? നമുക്ക് പോയി കാണാൻ പറ്റില്ല ഓരോ മരം വീഴുന്നത്. എന്നിട്ട് എന്നാ ചെയ്യാനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാം. ചുമ്മാ കണ്ടോണ്ടിരിക്കാം. അതുകൊണ്ട് എന്നാ കാര്യവും? രാത്രിയല്ലേ ഒന്ന് കിടന്ന് വൈകാൻ പോകും. ഏയ് രാത്രി മരം വെട്ടാൻ പറ്റുമോ? സമയമില്ലാതെ കിടന്ന് വരും. രാത്രിയിലേ പകലാണെ ഒന്ന് വിശ്രമിക്കാൻ സമയമില്ല. ആ
ഇപ്പം പകലാ, രാത്രി മരം വെട്ടാൻ പറ്റിയല്ലോ. പകലല്ലേ മരം വെട്ടാൻ പറ്റുള്ളൂ. ഏ പോ പോയി കിടക്ക്. കിടക്കാനൊന്നും സമയമായില്ല. കിടക്കാനൊന്നും സമയമായില്ല. സമയമായില്ലേ? ഇല്ല. എല്ലാം കഴിച്ചോ? ഇല്ലില്ല, കഴിച്ചില്ല. കഴിച്ചില്ല. കാലെ പിടിക്കാം, അതെല്ലാം ചതഞ്ഞു. വേദന തുടരില്ല. വേദനയുണ്ടോ കാലിന്? പിന്നെ ഇപ്പോഴും വേദനയുണ്ടോ? മൊത്തം വേദന കാല്. എവിടുന്ന്? 2 കാലും. വേദനയൊന്നും ഇല്ലെന്നേ. ചെരുപ്പ് പോലും എടുത്തില്ല. ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്. എലിക്കുട്ടി ചെരുപ്പ് ഇട്ടിട്ട് നടക്കാം. ചെരുപ്പ് ഇടാതെ നടക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. തൊട്ട് കഴിയുമ്പോൾ ജീവൻ പോവും. ആണോ? റേറ്റ് നടക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഒന്നും പറ്റിയല്ല. ഒന്നും തിന്നാൻ ചെരുപ്പേ ഒന്നും തിന്നത്തുമില്ല, ഒന്നും പണിയെടുക്കത്തുമില്ല, ഒരു വഴിക്കും പോകത്തുമില്ല. ആ പണിയൊന്നും എടുക്കണ്ട. എല്ലാം തീർന്നു. അതിനാ 30-30 വയസ്സായില്ലേ? 10-30 വയസ്സാകുമ്പോൾ എല്ലാം തീർന്നു പോവോ? 10-30 വയസ്സാകുമ്പോൾ എല്ലാം തീർന്നു പോവോ? പിന്നെ 10-90 വയസ്സാകാതെ തീരുവോ? എന്നാ 10-90 വയസ്സൊക്കെ ആകാതെ തീരുവോ? അതൊക്കെ ഈശോയ്ക്ക് അറിയത്തുള്ളൂ. 30 മനുഷ്യരല്ലല്ലോ കൊടുക്കണം. 30 വയസ്സെന്നൊക്കെ ചെറുപ്പമല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. 30 വയസ്സെന്നൊക്കെ ചെറുപ്രായ, കുഞ്ഞു പ്രായമല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ 10-70 വയസ്സാകുമ്പോൾ തുടങ്ങി. ഇപ്പം 10-30 വയസ്സാകുമ്പോൾ തുടങ്ങും എല്ലാത്തിനും ഓരോ അസുഖങ്ങളൊക്കെ. ആണോ? പിന്നെ അത് നേരാ. ഒരു പണിയെടുക്കാനും പറ്റിയല്ല. ഇപ്പോൾ ഉള്ള എല്ലാത്തിനും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാ. ഇപ്പം വലിയ പഴയ പോലെ അധ്വാനം ഇല്ലല്ലോ. നിന്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടോ? ആരുടെയാ? നിന്റെ എൻ്റെ അമ്മയുണ്ട്. അപ്പനുണ്ടോ? അപ്പനില്ല. അമ്മയ്ക്ക് നടക്കാവോ? അമ്മ നടക്കും. നമ്മുടെ കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കെട്ടിക്കോട്ട് വന്ന പെണ്ണുങ്ങളുണ്ടല്ലേ? കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളുണ്ട്. ആരാ? ആരാ? അവളാരാന്നോ? അവളോട് താമസിക്കണത്? കൂടെ താമസിക്കുന്ന എലിക്കുട്ടിയമ്മയുടെ കൂടെ. ഞാനോ? എന്റെ കൂടെയാ താമസിക്കുന്ന എലിക്കുട്ടിയമ്മ. നീ ഇവിടെയല്ലേ? ഇവിടെ ഈ കട്ടിലാണ് കിടക്കുന്നത്. അപ്പം നേരത്തെ എവിടെയാണ്? നേരത്തെ എന്ന് പറഞ്ഞാൽ 20 വർഷം 21 വർഷം ആകാറായി ഇവിടെ വന്നിട്ട്. അന്ന് മുതൽ എലിക്കുട്ടിയമ്മയുടെ കൂടെയാ. ഇനി വല്ല സംശയമുണ്ടോ? ഇനി വല്ല സംശയമുണ്ടോ? ഇനി വല്ലതും ഉണ്ടോ സംശയം? സംശയം വല്ലതും ഉണ്ടോന്ന്? എന്നാ സംശയം? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ പ്രായമൊക്കെ വന്നില്ല, ഇനിയിപ്പോ എന്നാ സംശയം വന്നാലല്ല, മരിക്കുന്നവരെയൊക്കെ ഒന്ന് ജീവിക്കുക അല്ലേ? മരിക്കുന്നത് വരെയൊക്കെ ഒന്ന് ജീവിക്കുക, അത്രയല്ലേ ഉള്ളു അല്ലേ? എല്ലാ മനുഷ്യരുടെയും കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഈശോ നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നടത്താൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റിയല്ല. മക്കൾക്ക് പറയാം, ഈശോയ്ക്ക് പറയും. ഇനി അവരോട് തന്നെയൊക്കെ അവനോട് കൊത്തുപെട്ട് അവനോട് മക്കളെ കാര്യമൊക്കെ നോക്കും. വേറെ ആരുമായിട്ട് ഒരു അലമ്പിനും പോകണ്ട. ആരാ അലമ്പിന് പോണേ? ആരും അലമ്പിനൊന്നും പോകുന്നില്ല. ഏറ്റവും ആരാമല്ലായിരുന്നോ? ഇത് നടക്കാൻ പറ്റാതെ ചിരാരം ചെറുനേരം ഏറ്റ് നടക്കാൻ മേലായിരുന്നോ എലിക്കുട്ടിയമ്മയ്ക്ക്? അത് 2 പിള്ളേരൊക്കെ അവനുണ്ട്. പിള്ളേര് വരുന്നുണ്ട്. പിള്ളേര് ഇവിടെ കിടന്നാൽ എപ്പോഴും കിടന്നാൽ ശരിയാവുമോ? ഇത് നടക്കണം. കയ്യും കാലൊക്കെ ഓടണ്ടേ? കയ്യും കാലൊക്കെ ഓടണ്ടേ? കയ്യും കാലൊക്കെ ഓടണ്ടേ? വൈകുന്നേരം നമുക്ക് എലിയെങ്കിലും പോയേക്കാം. നേരം പോലത്തെ 6-7 മണിയാകുമ്പോൾ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണില്ലല്ലോ. ഇല്ലേ? പിന്നെ ഓരോ ജോലി. ഒരു കുടുംബമല്ലേ, കുടുംബത്തിൽ വല്ലതും ഉണ്ടോ? അതാ പറഞ്ഞത്. ഏറ്റ് വാ, കുടുംബത്തെ പണിയൊക്കെ ചെയ്യണ്ടേ? കാരണന്മാർക്കും പ്രായമായി, അവർക്കും മേല. നാത്തന്മാരും കാര്യമായിട്ടില്ല. നാത്തന്മാരൊന്നും ഇല്ലേ? അതൊക്കെ മക്കളും ഇല്ല. നാത്തന്മാരൊക്കെ കിടിച്ചു വിട്ടില്ലേ? അവർ 1-2 പേരൊക്കെ ഉള്ളൂ. അതൊക്കെ അവരുടെ വീട് വഴി. മക്കളോ? മക്കളൊക്കെ ഇവിടെ ഉണ്ട്. മക്കളെല്ലാം അവരുടെ വീട് വഴിയാ. അത് ശരിയാ. എല്ലാ മക്കളും ഉണ്ടായിരുന്നു ഇവിടെ. മക്കളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നേ. അവരുടെ മക്കളോ? എലിക്കുട്ടിയുടെ മക്കള്. അവരുടെ പെണ്ണുങ്ങളുടെ മക്കളോ? പെണ്ണുങ്ങളുടെ മക്കളാണോ എലിക്കുട്ടിയുടെ മക്കള്? എനിക്ക് ഇതൊന്നും പറയട്ടെ. എലിക്കുട്ടിയുടെ മക്കളില്ലേ? എത്ര പേരുണ്ട്? അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിള്ളേര് വരുന്നുണ്ട്. ഏറ്റ് വാ, പിള്ളേരെ കാണണ്ടേ? വർത്താനം പറയണ്ടേ? കൊച്ചു പിള്ളേരാ. ഏറ്റ് വാ, വർത്താനം പറയുന്നുണ്ടോ അവരോട്?
ആദ്യമാണെന്ന് എനിക്കറിയാം. ഏ നമ്മുടെ അടുത്ത വീട്ടിലെയാ, നമ്മുടെ കരോട്ട വീട്ടിലെ പിള്ളേരാ. കൊച്ചുങ്ങൾക്കൊക്കെ അവൻ്റെ കാരണന്മാർക്ക് അറിയത്തും. ആ അതെ, എലിക്കുട്ടി ജോലി ചെയ്ത പിള്ളേരൊന്നും കണ്ടോ, അവന്മാരവിടെ വന്ന് ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ. ഹായ്, എന്നാണ്ട് വിശേഷം? ഇന്ന് അവധിയല്ലേ? ആ ടാറ്റായിരുന്നു. വേണ്ട, എലിക്കുട്ടിയമ്മനെ വിളിച്ചേ. എലിക്കുട്ടിയമ്മനെ വിളിച്ചേ. അമ്മച്ചി ഇവിടെ കിടക്കുവാടാ, നിങ്ങളെ കണ്ടിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കിടന്നേക്കുവാ. രീതി എല്ലാം പറ്റില്ല, ഒരു വർത്തമാനം പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് പിള്ളേരല്ലേ ഇഷ്ടം? അമ്മയ്ക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമല്ലേ? അവരുടെ അടുത്ത് പോകുന്നുണ്ടോ? കാരണം ചാടി കേൾക്കുന്നാണല്ലോ, ക്ഷീണമാണല്ലോ. ആ അവര് വലിയമാരൊക്കെ നോക്കിക്കോളും. എന്നാലും നെയ്റ്റിരിക്കാൻ മേലായിരുന്നോ? പിള്ളേരുടെ വെച്ച് വർത്തമാനം പറയാൻ മേലായിരുന്നോ? ഇച്ചിരി ക്ഷീണം കൂടുതലുണ്ട്, അതാണ് ചൂടിൻ്റെ കൂടെ കൂടിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് മരുന്ന് തീർന്നിട്ടില്ല. മരുന്ന് തീർന്ന് സാധാരണ മരുന്ന് തീരുന്നോടം വരെ മിക്കവാറൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയുള്ളൂ. മരുന്നൊക്കെ തീർന്ന് കഴിയുമ്പോഴത്താണ് സാധാരണ ഏറ്റു വരാറുള്ളത്. ഏറ്റു ഭക്ഷണം കഴിക്കാനൊക്കെ വരും, ബാക്കിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ വന്ന് കിടക്കും. അതാണ് ഇപ്പം ചൂടും കൂടെ കൂടിയേക്കുന്നതുകൊണ്ട് ഇച്ചിരി മയക്കം കൂടുതലുണ്ട്. രാവിലെ ഏറ്റു വന്ന് പല്ലൊക്കെ തേച്ച് കാപ്പി കുടിക്കും. ഇപ്പം ഇന്നലത്തേക്കാളും ഇന്ന് ഇച്ചിരി ചൂട് കൂടുതലുണ്ടാകും, അതാന്ന് തോന്നുന്നു ഇന്ന് കൂടുതൽ കിടക്കുന്നത്. ഞാൻ പോണേ. പിള്ളേരുടെ അടുത്ത് വരുന്നുണ്ടോ? ആ ആഹാ, ഉടക്കാണോ? ഞാൻ പോവാ. ഉറങ്ങാറൊന്നും ആയില്ലോട്ടെ, പിള്ളേർ വന്നിരിക്കുന്നുണ്ടല്ലേ. ഉറങ്ങാൻ സമയമാണ് പിള്ളേർ വന്നിരിക്കുവോ? കാരണന്മാരെവിടെയാണ്? അവരെ കൂട്ടിക്കൊണ്ടോ? കാരണന്മാരോ? എവിടെയാണെന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടോ? അവരെ അതിനതിന് ഇവിടെ കൊണ്ട് അവരെ കിടത്തി. ഇവിടെ കൊണ്ട് കിടത്താനോ? ഭക്ഷണമൊക്കെ ആണോ? എലിക്കുട്ടിയമ്മ എവിടെയുള്ള കാരണത്തി? എവിടെയാ എന്താന്ന് എനിക്കറിയത്തില്ല. ആ, എലിക്കുട്ടിയമ്മയാണ് ഇവിടുത്തെ കാരണത്തി കേട്ടോ. എന്നാണ്ട് വിശേഷമൊക്കെ? സുഖം. ഇന്ന് പഠിത്തമില്ലല്ലേ? ക്രിസ്മസ് ഒക്കെ അടിച്ച് വിളിച്ച്, ന്യൂ ഇയർ ഒക്കെ അടിച്ച് വിളിച്ച്. ഇപ്പൊ എലിക്കുട്ടിയമ്മ ചാടി കയറ്റു. വേണ്ട, പിള്ളേർ വന്നിരിക്കുന്നുണ്ടോ? അമ്മ അറിയോ? അമ്മ അറിയോ പിള്ളേരെ? അവരാരാ? ഏത് പിള്ളേരാ അറിയോ? അമ്മ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുമക്കൾ വല്ലതാണോ? അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒഴുകും. പള്ളയാണ് അവിടെ, കാട് പോലെ നിൽക്കുമായിരുന്നു. മരമെല്ലാം കൂടെ കയറിയിട്ട് അവരെല്ലാം വിറ്റ് അത് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കാർ വണ്ടിയെ വന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വന്ന് നോക്ക്. കാര്യം പറഞ്ഞാൽ എലിക്കുട്ടിയെ കാണാൻ വന്നാൽ ഞങ്ങൾ കണ്ടാ പോയാൽ മതിയോ? ഉണ്ടോ? ആ വിളിക്കണം. ഉറങ്ങുവാണോ ഒന്ന്? അമ്മേനെ ചോദിച്ചു, എന്നോടല്ല. എന്നെ കാണാൻ വന്നല്ല, എലിക്കുട്ടിയമ്മയെ കാണാൻ വന്ന. ഏയ് ആ അതേന്നേ, അമ്മ ഇവിടുന്ന് കാണുന്ന വീടാ. ഇലിമിനേഷൻ ചെയ്തിരിക്കുന്നത്, ഭയങ്കര ഇലിമിനേഷൻ. നിന്റെ പല്ലെല്ലാം പോയോ? അത് അവന്റെ പല്ലൊക്കെ പോയി അല്ലേ? മുട്ടായിയൊക്കെ തിന്ന് അവന്റെ പല്ലൊക്കെ പോയി. വാ, നോക്കിക്കൊണ്ടിരിക്കുക. വാ, എലിക്കുട്ടിയമ്മനെ കാണാൻ വന്നാ. എലിക്കുട്ടിയമ്മനെ കാണാൻ വന്നാ. ഏറ്റ് വാ. അമ്മ അങ്ങനെയൊന്ന് അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ ഏറ്റ് വരുന്നുണ്ട് പതുക്കെ. ആ, ആൾക്കാർ വേറെ ഉണ്ട്. വാ. ആരാ പിള്ളേര്? ഇന്നത്തെ പത്രം. അവിടെ മരം വെട്ടുന്നതാന്നേ. ഞാൻ പറഞ്ഞില്ലേ മരമെല്ലാം വെട്ടുമെന്ന് പറഞ്ഞില്ലേ? അവിടുത്തെ മരമെല്ലാം വെട്ടുമെന്ന് പറഞ്ഞില്ലേ? ആ, പ്ലാവൊക്കെ വെട്ടുക ഉണ്ടോ? ആ, പെടന്ന് വീണ് പ്ലാവും പൊങ്ങിലും ഒക്കെ വെട്ടുക. വല്ലവരും പിടിച്ചോണ്ട് പോകുന്നു. ഇങ്ങനെ പോരാ. അമ്മരങ്ങ് പോയില്ല. അമ്മരല്ലേ കിടന്നിട്ടെങ്കിൽ വരുള്ളൂ. അമ്മരിക്കോട്ട് പോരുള്ളൂ. അവരെങ്ങും പോയില്ല. അവരിതിലേ കളിച്ച് നടക്കുകയുള്ളൂ. ഇതിലേ കളിച്ച് നടക്കുകയുള്ളൂ കേട്ടോ.
ഉണ്ടോ? അവർ തിരിച്ചു പോകുന്നു. അവിടെ തടി വിട്ടുമല്ലേ? തടി അടി ആ, അവിടുത്തെ പ്ലാവും മരമൊക്കെ വിട്ടുവാ. അപ്പം അത് കൊണ്ടുപോകാൻ വന്നതാ കേട്ടോ. ആണ്ടേ അവനേതാണ്ട് കൊണ്ടുവന്നല്ലോ. ഇതെന്നതാന്ന് നിനക്ക് വേണ്ടേന്ന്? അവൻ ലഡു തിന്നുന്നത്. ആ എടാ നിന്നോട് ചോദിക്കണം. മമ്മി ആരെ വിളിച്ച്? മമ്മി ജോലിക്ക് പോയെന്ന്. അപ്പം വന്നിട്ടുണ്ടോ? ആഹാ, വിളിച്ചോണ്ട് പോയോ? അപ്പ ജോലിക്ക് പോയെന്ന്. ജോലിക്ക് മമ്മി ജോലിക്ക് പോയെന്ന്. ജോലിക്ക് പോയെന്ന് ആണോ? ആ ആ തൊണ്ടവനെ പിടിച്ചല്ലേ? ആ ഇവിടെ ചൂടായോണ്ടാടാ. സാധാരണ മുട്ടായിയൊക്കെ കിട്ടി അന്നേരം തിന്നുന്നതാണ്. ഇന്ന് ഒരു മടുപ്പാണല്ലോ. വെലിക്കുട്ടമ്മയ്ക്ക് ഇന്ന് മധുരത്തോടൊക്കെ ഒരു മടുപ്പാണ്. മക്കളോട് ഇങ്ങനെ പോരാൻ, പുറത്തിറങ്ങി പോകണ്ടെന്ന്. ഉണ്ടോ? ഹായ് ഹായ്. പുറത്തിറങ്ങിപ്പോയവരും പിടിച്ചോണ്ട് പോകുന്നു കേട്ടോടാ. പറഞ്ഞു കേട്ടോ. ആ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.